നിരവധി കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് AI പവേർഡാണ്, അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ കിട്ടില്ല. AI ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ പോവുകയാണെങ്കിൽ ലാഗ് ചെയ്യും. അപ്പോൾ അത് AI വന്നിട്ട് അധികമൊന്നും ആയില്ല. പക്ഷേ AI യുഗത്തിലേക്ക് KSRTC കയറിയിരിക്കുന്നതായും ഞാൻ ഇതോടുകൂടി പിന്നെ അറിയിക്കുകയാണ്. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ അത് ഞാൻ ഈസിയാണോ എന്നറിയാൻ തന്നെ ഞാൻ തന്നെ ഒന്ന് എടുത്തു നോക്കിയത്. കാരണം നിങ്ങൾ എടുത്തു നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 277 രൂപയ്ക്ക് എറണാകുളത്തേക്ക് ഒരു ടിക്കറ്റ് ഇപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളോടെല്ലാം ഇനിയും തുടർന്നും വലിയ സഹകരണവും സഹായങ്ങളും ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിൽ ചാറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ? ഇവരുമായിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. AI നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് അതൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉടനെ തന്നെ ലോകത്തിലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മറ്റ് സ്റ്റേറ്റുകളുണ്ടോ എന്ന കാര്യം അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയും അത് ഏറ്റുവാങ്ങുന്നതിന് ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അവർക്കാണ്. KSRTC പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പ്രകാശനമാണ്